Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? യെസ് ഓക്കെ ആണല്ലേ. നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ്സിൽ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? നമ്മളെ 8ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഫസ്റ്റ് പേജ് കവർ ചെയ്തു. ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ, പേജ് നമ്പർ ഒന്ന് എടുക്കട്ടെ. ചാപ്റ്റർ 8 അല്ലേ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. നെക്സ്റ്റ് നോക്കി. Experience of many countries having advanced medical care system has shown that hospitals are very expensive to build. അതായത് നമ്മൾ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്, ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുക. പേജ് നമ്പർ ആണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ പ്രീതിക്ക്? 120 120 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഹോസ്പിറ്റലില് നമ്മൾ നിർമ്മിക്കുന്നതിനും അതുപോലെ നടത്തുന്നതിനും ആവശ്യമായിട്ട് വരുന്ന വലിയ സാമ്പത്തിക ചെലവിനെ കുറിച്ചും അതുപോലെ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങും വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മളൊരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ അതിന്റെ പ്ലാൻ തയ്യാറാക്കും. എത്ര മുറികൾ വേണം, എങ്ങനെയൊക്കെയാണെന്ന്. അതൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ അവിടെ പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റല് നിർമ്മിക്കുന്നതിനും നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവ്, വൻതോതിലുള്ള സാമ്പത്തിക ചെലവിനെ കുറിച്ചും അതിന്റെ പ്ലാനിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ മികച്ച ആരോഗ്യ സംവിധാനമുള്ള, സംരക്ഷണ സംവിധാനമുള്ള പല രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ? പല രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ്, അവരുടെ അനുഭവം അല്ലെങ്കിൽ അവര് പങ്കുവെക്കുന്നത് ഹോസ്പിറ്റൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാലോ, ഒരു ഹോസ്പിറ്റല് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞേക്കുന്നത്? മികച്ച ആരോഗ്യ സംവിധാനമുള്ള പല രാജ്യങ്ങളുടെയും എക്സ്പീരിയൻസ് എന്താ? പല രാജ്യങ്ങളും പറയുന്നത് എന്താ? ഈ ഹോസ്പിറ്റല് നിർമ്മിക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ആർ ഹൈ. അവിടെ ക്യാപിറ്റൽ കോസ്റ്റ്, ഇപ്പൊ നമ്മളത് ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു വലിയൊരു പൈസ വേണ്ടേ അല്ലെ? ഒരു ഹോസ്പിറ്റല് പുതിയതായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി വരുന്ന ഇനിഷ്യൽ കോസ്റ്റ് എങ്ങനെയാ? വളരെ കൂടുതലാണ്. ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് എക്യുപ്മെന്റ് കൺസ്യൂംസ് ട്രെമൻഡസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റല് നിർമ്മിക്കുക, പേജ് നമ്പർ 120 ട്ടോ. 6ാമത്തെ മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കൺസ്ട്രക്ട് ചെയ്യുക, അതിലേക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പറ്റല്ലേ, അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ ഹോസ്പിറ്റലിൽ നിർമ്മിക്കുക, അതിലേക്കുള്ള എക്യുപ്മെന്റ്സുകളെ കൊണ്ടുവരിക എന്നുള്ളതിന് എന്താണ്? ട്രെമൻഡസ് ധാരാളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഹോസ്പിറ്റൽ നിർമ്മിക്കാനും പല എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ അതിലേക്ക്, ഇപ്പൊ പുതിയതായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മൾ, ശരി, അത് കഴിഞ്ഞ ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സ് വേണ്ടേ? അപ്പൊ എക്യുപ്മെന്റ്സിനും ഒക്കെ വേണ്ടിയിട്ടും എന്താണ്? ധാരാളം, ട്രെമൻഡസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആകും. But what is more important is they are also very expensive to operate. അപ്പൊ നമ്മൾ വളരെ പൈസയാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ നിർമ്മിക്കാനും അതിന്റെ കൺസ്ട്രക്ഷനും എക്യുപ്മെന്റ്സിനും ഒക്കെ ഒരുപാട് പൈസ ചെലവാകും. ഇനി അത് നമ്മൾ ആ ഹോസ്പിറ്റൽ അങ്ങനെ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മുടക്കി ആ ഹോസ്പിറ്റൽ നമ്മൾ ബിൽഡ് ചെയ്തു, അവിടെ നിർമ്മിച്ചു. ഇനി അത് പ്രവർത്തിച്ചു കൊണ്ടുപോകണ്ടേ അല്ലെ? അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും എന്ത് വേണം? പൈസ വേണ്ടേ? They are also very expensive to operate. അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുവാനായിട്ട് എന്ത് വേണം? അവിടെയും വളരെയധികം എക്സ്പെൻസ് വരും.
with their running cost. അല്ലോ അത് അതിന്റെ പ്രവർത്തന ചെലവ് എന്ന് പറയുന്നത് എങ്ങനെയാ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ റണ്ണിങ് കോസ്റ്റ് ശരിക്കും എങ്ങനെയാണ് പറഞ്ഞേക്കണേ, amounting to approximately 1/3 of the initial construction cost for each year of the operation. അതായത് നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ് ഇല്ലേ, നമ്മൾ ഹോസ്പിറ്റൽ തുടങ്ങാനായിട്ട് ചെലവാക്കിയ പൈസ ഇല്ലേ, അതിന്റെ ഏകദേശം 1/3 ഭാഗത്തോളം വരും അത് ഓരോ വർഷവും അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. എന്താ നമ്മൾ പറഞ്ഞത്, അതിനകത്ത് ഹോസ്പിറ്റല് കൺസ്ട്രക്ട് ചെയ്യാനും അതിലേക്കുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങാനും ഒക്കെ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും, ചെലവ് വരും, കോസ്റ്റ് വരും. നമുക്ക് കുറെ പൈസ അതിനു വേണ്ടി ചെലവാക്കും. ഇനി അങ്ങനെ ഒരുപാട് പൈസ നമ്മൾ ആ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്ത് മാത്രം പോരല്ലോ, അതിന്റെ റണ്ണിങ് കോസ്റ്റും കൂടുതലാണ്. ആ റണ്ണിങ് കോസ്റ്റ് എത്രത്തോളം ആവും എന്ന് പറഞ്ഞേക്കണ്ടേ, നമ്മൾ ആ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ ഇല്ലേ ആ ഇനിഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് ഇല്ലേ, അതിന്റെ ഏകദേശം 1/3 ഭാഗത്തോളം വരും റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് അത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഫുള്ളായിട്ട് നമുക്കത് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. അപ്പൊ ഓരോ പാരഗ്രാഫും നിങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നെ പോകാം. ഇവിടെ വേറൊന്നും അങ്ങനെ അധികം ഇല്ല. ഇനി ഇവിടുത്തെ നോക്കി, ഹസാർഡ് പ്ലാനിങ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ബൈ inexperienced and uncommitted technical personnel result in changes at constructional stage resulting in avoidable drainage of funds. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. നമ്മളൊരു ഹോസ്പിറ്റൽ ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെലവാക്കി നടത്തുന്ന കാര്യം. അപ്പൊ അവിടെ നമ്മള് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ വലിയ പരിചയം ഇല്ലാത്തവര്, അൺകമ്മിറ്റഡ് എന്ന് വെച്ചാൽ അതിനോട് അധികം പ്രതിബദ്ധത ഇല്ലാത്തവര്, അതിനോട് അധികം ആത്മാർത്ഥത ഇല്ലാത്തവര്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവര്, അത് അവർക്കിടെ ഒരു ഹസാർഡ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ കൃത്യമായി ലക്ഷ്യമില്ലാതെ അവര് അത് ആസൂത്രണം ചെയ്യുമ്പോൾ, കൃത്യമായ ലക്ഷ്യമില്ലാതെ അത് ആസൂത്രണം ചെയ്യുമ്പോൾ എന്ത് പറ്റും? അപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ അതിന്റെ ഫലമായിട്ട് ടെക്നിക്കൽ പേഴ്സണൽ റിസൾട്ട് ഇൻ ചേഞ്ചസ് അറ്റ് കൺസ്ട്രക്ഷൻ സ്റ്റേജസ്. അപ്പൊ ആ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ എന്താ നമുക്ക് പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും അല്ലെ? ഒരു ആലോചന ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും അവിടെ പണിത് വെച്ചു. അപ്പൊ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അൺകമ്മിറ്റഡ്, അതിനോട് വലിയ പ്രതിബദ്ധത ഇല്ലാത്ത ആളുകള് എന്ത് ചെയ്യുന്നു? അവരത് ആസൂത്രണം ചെയ്യുമ്പോൾ വളരെ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ അവരത് ആസൂത്രണം ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കൺസ്ട്രക്ഷണൽ സ്റ്റേജിൽ തന്നെ പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരും ഇല്ലേ? അത് ശരിക്കും അത് ആസൂത്രണം ചെയ്യാതെ അത് ചെയ്തു കഴിഞ്ഞാൽ ആ നിർമ്മാണത്തിന്റെ ആ ഘട്ടത്തിൽ തന്നെ, ആ സ്റ്റേജിൽ തന്നെ പല മാറ്റങ്ങളും നമുക്ക് വരുത്തണം. അങ്ങനെ പല മാറ്റങ്ങളും വീണ്ടും നമ്മൾ ആ മാറ്റങ്ങൾ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും? അനാവശ്യമായിട്ട് നമ്മള് പണം നഷ്ടപ്പെടാൻ കാരണമാകും. ക്ലിയർ ആയി അതിനകത്ത് പറയുന്നത് എന്താണ്? അതിനകത്ത് ആ ഒരു പാരഗ്രാഫ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകള് എന്ത് ചെയ്യുക? നമ്മള് കൃത്യമായിട്ട് ലക്ഷ്യമില്ലാതെ അവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ, ആ കൺസ്ട്രക്ഷൻ സ്റ്റേജില് പല മാറ്റങ്ങളും കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെ അതിന് പിന്നീട് ഒരു മാറ്റം, ആ പണിത് വെച്ചതിൽ ആണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അത് പൊളിച്ച് വേറെ എന്തെങ്കിലും രീതിയിലാക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ പറ്റുക? അങ്ങനെ അവര് അത് ഒരു കൃത്യമായ ലക്ഷ്യത്തിലൂടെ അല്ലാതെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പറ്റുന്നേ? ഒരുപാട് പൈസ അനാവശ്യമായി നഷ്ടപ്പെടാൻ കാരണമാകും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മള് കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്യണം. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ ഉണ്ട്, ഹോസ്പിറ്റൽ പ്ലാനിങ്. അപ്പൊ ഹോസ്പിറ്റല് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണം. Any, with the expectation of some private hospitals built for privileged people where the money is not a restricting factor, adequate financial resources, hospitals are not available in most developing countries, even though medical care needs are immense. Immense എന്ന് വെച്ചാൽ വളരെ വലിയ എന്നുള്ള മീനിങ് ആണ്. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇനി ഹോസ്പിറ്റൽ അത്
പ്ലാൻ ചെയ്തു, കൺസ്ട്രക്ഷൻ ചെയ്തു. അത് ശരിക്കും പ്രിവിലേജ്ഡ് പീപ്പിൾ, സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ പണക്കാരെ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല. പണക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന് എന്തുണ്ടാകാറില്ല? പൈസ എന്ന് പറയുന്നത് നോട്ട് എ റെസ്ട്രിക്റ്റീവ് ഫാക്ടർ, അതൊരു റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് അവർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. അപ്പൊ പണക്കാര് വരാൻ വേണ്ടി, അപ്പൊ അതേ രീതിയിലുള്ള ഹൈടെക് ഒക്കെ ആയിട്ട് വലിയ ഇതായിട്ടൊക്കെ എന്താ നല്ല ഹൈ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ മാത്രം വന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് എന്താ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. വേണ്ട ഇങ്ങനെയുള്ള ഉയർന്ന ആളുകളൊക്കെ വരുമ്പോ അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളും അവർ അതിൽ നിന്ന് അങ്ങോട്ട് ഇതാക്കി പൊക്കോളും. അപ്പൊ അവരെ സംബന്ധിച്ച് പണക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. എന്നാൽ ഈ ഹോസ്പിറ്റൽ ഒഴികെ എന്നാൽ ഭൂരിഭാഗം ഡെവലപ്പിംഗ് കൺട്രീസിലും ചികിത്സാ സൗകര്യങ്ങൾ വളരെ കൂടുതലാണെങ്കിലും ആവശ്യത്തിന് എന്തില്ല? അതനുസരിച്ചുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകളില്ല. സത്യമായിട്ടുള്ള കാര്യം. ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഹോസ്പിറ്റൽ ആർ നോട്ട് അവൈലബിൾ. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ ഭൂരിഭാഗം ഡെവലപ്പിംഗ് കൺട്രീസിലും ചികിത്സാ സൗകര്യങ്ങള്, ചികിത്സാ ആവശ്യങ്ങൾ കൂടുതലാണ്. മെഡിക്കൽ കെയർ നീഡ്സ് കൂടുതലാണെങ്കിലും അവർക്ക് ആവശ്യത്തിന് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഇല്ല. അഡിക്വേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ അവർക്ക് അവൈലബിൾ അല്ല. അപ്പൊ എന്താ? essential hospital service required for community can be met most economically only with adequate reward given to planning, design, construction and operation of healthcare facilities. ഈ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്, ഡിസൈന്, കൺസ്ട്രക്ഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നിവ അനുസരിച്ച് മുൻകൂട്ടി വ്യക്തമായി ചിന്തിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. മനസ്സിലായോ? അതായത് അതിന്റെ പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ എന്നിവയെ കുറിച്ച് മുൻകൂട്ടി വ്യക്തമായി ചിന്തിച്ച് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അത് ഓടിച്ചെന്ന് നമ്മൾ അതിലേക്ക് ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് അത് വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അങ്ങനെയാണെങ്കിലാണ് എസെൻഷ്യൽ ആ ഹോസ്പിറ്റൽ സർവീസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ എല്ലാ വിഭാഗങ്ങൾക്കും കൂടി എന്താണ് അത്യാവശ്യമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കും കൂടി ലഭ്യമാകുന്ന രീതിയിൽ നമ്മള് എന്താ ആ പൈസ കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്, പണക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. എന്നാൽ സാധാരണക്കാരെ നമ്മൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ഈ ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് ഒത്തിരി നഷ്ടം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായോ? പറഞ്ഞത് ആ ഡിഫറൻസ് ആണ് അവിടെ ഒന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും ഇതിപ്പോ നമ്മള് വന്ന ആളുകളിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടും, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാകുമ്പോ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് വേണം അവിടെ ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയണ്ടത്. അപ്പൊ even where the financial resources are adequate, best use of resources will only be made when the sufficient truth is given to planning. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോണ്ട് അവിടെ. അതായത് ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, എങ്കിലും എന്ത് വേണം അവിടെ? എന്ത് വേണം? ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ മാത്രമേ ലഭ്യമായിട്ടുള്ള വിഭവങ്ങള് നമുക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് അവിടെ ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ അല്ല അവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടെങ്കിലും എന്ത് വേണം? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം.
അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്ങും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ പാരഗ്രാഫിൽ കേട്ടോ. അപ്പൊ വലിയ പണക്കാരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല. എന്നാല് ഇവിടെ ഈ സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആ സർവീസ് കൊടുക്കുക, എസെൻഷ്യൽ ഹോസ്പിറ്റൽ സർവീസ് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ആ ഒരു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഫിനാൻഷ്യലി അവർ ഇച്ചിരി ബാക്കിലാണെങ്കിലും അവിടെ പ്ലാനിങ് നല്ല രീതിയിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാ പറയുന്നത്. അതിന്റെ പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളെല്ലാം എന്താണ് വളരെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്? നല്ല രീതിയിലുള്ള പ്ലാനിങ്, സഫീഷ്യന്റ് പ്ലാനിങ് നമുക്ക് വേണം കേട്ടോ. അതാ പറഞ്ഞിരുന്ന ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. നമുക്ക് adequate ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടെങ്കിലും എന്താ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് വിൽ ബി only we made when sufficient thought is given to planning. ഇതിലൂടെ മാത്രം, പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്ലാനിങ് വേണം. നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആ ഫിനാൻഷ്യൽ റിസോഴ്സുകള് ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ എന്താ പ്ലാനിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആ പാരഗ്രാഫിലെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ആ ഡിഫറൻസ് മനസ്സിലാക്കിയില്ലേ നിങ്ങള്? അപ്പൊ എന്ത് വേണം? ആവശ്യത്തിന് ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ. ഇനി ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ്. നമ്മുടെ പ്ലാനിങ്ങിലെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്ലാനിങ്. എ ഹോസ്പിറ്റൽ ഈസ് റെസ്പോൺസിബിൾ ടു റെൻഡർ ആൻ എസെൻഷ്യൽ സർവീസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഈ ഹോസ്പിറ്റലിന് എന്ത് ഉത്തരവാദിത്വമുണ്ട്? എസെൻഷ്യൽ സർവീസ് നൽകണം. അതിന് ബാധ്യസ്ഥമായിട്ടുള്ള ഒന്നാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് നമുക്ക് സർവീസ് അല്ലേ? നമുക്ക് പേഷ്യൻസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് തരണം. അതിന് ബാധ്യസ്ഥമായിട്ടുള്ള ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അവർക്കിടെ എന്താ കടമ? എസെൻഷ്യൽ സർവീസ് കൊടുക്കുക അല്ലേ? അതല്ലേ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം. ആ സർവീസ് അവർക്ക് കൊടുക്കണമെങ്കിൽ എന്താ അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം നോക്കിയാൽ ഈ ഫുൾഫില്ലിംഗ് ദിസ് റെസ്പോൺസിബിലിറ്റി, ഈ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി ഗൈഡഡ് ബൈ സർട്ടൻ യൂണിവേഴ്സലി അക്നോളജ്ഡ് പ്രിൻസിപ്പിൾസ്. എങ്ങനെ വേണം? നല്ല അത് എങ്ങനെയെങ്കിലും തോന്നിയ രീതിയിലായി ആകാൻ പറ്റില്ല. ആ ഹോസ്പിറ്റൽ പ്ലാനിങ് കൃത്യമായിട്ടുള്ള സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ ഹോസ്പിറ്റലിന് അതിന്റെ കടമ എസെൻഷ്യൽ സർവീസ് കൊടുക്കുക. ആ എസെൻഷ്യൽ സർവീസ് കൊടുക്കുക എന്ന ഹോസ്പിറ്റലിന്റെ കടമ ഹോസ്പിറ്റലിന് നിറവേറ്റണമെങ്കിൽ, ആ റെസ്പോൺസിബിലിറ്റി നിറവേറ്റണമെങ്കിൽ എന്ത് വേണം? ഹോസ്പിറ്റൽ പ്ലാനിങ് ഷുഡ് ബി ഗൈഡഡ് ബൈ certain universally acknowledged principles. എങ്ങനെ പറഞ്ഞേക്കുന്നത്? സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ക്ലിയർ ആയോ? ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഹോസ്പിറ്റൽ പ്ലാനിങ്. ഇനി അവിടെ നോക്കി, ദാറ്റ് യൂസ്ഫുൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് പ്ലാനിങ്, ദാറ്റ് ഈസ് വെദർ അറ്റ് അത് എങ്ങനെയാ നാഷണൽ ലെവലായാലും സ്റ്റേറ്റ് ലെവലായാലും ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ ലെവലിലായാലും എന്ത് വേണം? സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു മാർഗനിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഹോസ്പിറ്റൽ പ്ലാനിങ്. അല്ലാതെ തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ആ ഹോസ്പിറ്റലിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റണമെങ്കിൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം? സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടില്ല. ഇനി their principles were developed and have relevance and useful to us
they were over 5 decades ago. ഇനി ഈ പ്രിൻസിപ്പിൾസ് 50 വർഷം മുന്നേ, 5 decades എന്ന് പറഞ്ഞാൽ 50 വർഷം, 50 വർഷങ്ങൾക്ക് മുമ്പ് വികസിപ്പിച്ചെടുത്തതാണെങ്കിലും അവ ഇന്നും അത് പ്രസക്തവും അതുപോലെ ഉപയോഗപ്രദവുമാണ്. ഹാസ് ഡെവലപ്ഡ് ആൻഡ് ഹാവ് റിലവൻസ് ആൻഡ് യൂസ്ഫുൾ. അത് പ്രസക്തവും അതുപോലെ ഉപയോഗപ്രദവുമാണ് ഈ പ്രിൻസിപ്പിൾസ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമായിട്ടായിരിക്കണം ഹോസ്പിറ്റൽ പ്ലാനിങ്. എങ്കിലാണ് ആ ഹോസ്പിറ്റലിന് എസെൻഷ്യൽ സർവീസ് കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. തോന്നിയ രീതിയിൽ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? അവിടെ ഒരു നല്ലൊരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് വേണം പ്ലാനിങ്ങിന്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് നോക്കിയേ. ഇനി അവർക്ക് ആ ഹോസ്പിറ്റലിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം? ഷുഡ് ബി ഗൈഡഡ് ബൈ സർട്ടൻ യൂണിവേഴ്സലി അക്നോളജ്ഡ് പ്രിൻസിപ്പിൾസ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സ്റ്റേറ്റ് ലെവലായാലും ഇൻഡിവിജ്വൽ ഹോസ്പിറ്റൽ ലെവലിലായാലും നാഷണൽ ലെവലിലായാലും എന്ത് വേണം? സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ്, അതിനനുസരിച്ചായിരിക്കണം പ്ലാനിങ് നടത്തേണ്ടത്. ഇനി പേഷ്യന്റ് കെയർ ഓഫ് ഹൈ ക്വാളിറ്റി, ഉയർന്ന ഗുണനിലവാരത്തിലുള്ള രോഗി പരിചരണം. അതിനുവേണ്ടി നോക്കി, patient care of high quality should be achieved. നല്ല ഉയർന്ന ക്വാളിറ്റി ഗുണനിലവാരമുള്ള രോഗി പരിചരണം അച്ചീവ് ചെയ്യാൻ ഹോസ്പിറ്റലില് ഈ പറയുന്ന മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത്? ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അച്ചീവ് ചെയ്യണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ ഹോസ്പിറ്റലിന് എഴുതി കൂടെ പറ്റും ഈ കാര്യങ്ങളിലൂടെ. എന്തൊക്കെയാ ചെയ്യണ്ടേ? പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഫെസിലിറ്റി നെസസിറ്റി ടു സപ്പോർട്ട് ദ ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത് എന്താ പറഞ്ഞേക്കണേ? ഹോസ്പിറ്റലിന് ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണം ഹോസ്പിറ്റലിന് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണ്? നല്ല സർവീസ് കൊടുക്കാന്നല്ലേ? ആ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നെസസറി ഫെസിലിറ്റി, അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ടെക്നിക്കൽ എക്യുപ്മെന്റും, എങ്ങനെ അനുയോജ്യമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റും ഫെസിലിറ്റീസിനും അതിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കുക. അപ്പോ എന്താണ്? ഈ രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ നേടാൻ പറ്റും. എങ്ങനെയാ? ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കണേ? പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഫെസിലിറ്റീസ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സും സൗകര്യങ്ങളും, അനുയോജ്യമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കുക. ഒന്നാമത്. രണ്ടാമത് നോക്കിയേ, ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് അസൈൻ റെസ്പോൺസിബിലിറ്റി അപ്രോപ്രിയേറ്റ്ലി ആൻഡ് റിക്വയർ അക്കൗണ്ടബിലിറ്റി ഫോർ ദ വേരിയസ് ഫങ്ഷൻസ് വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റലിന്റെ വിവിധ ചുമതലകള് കൃത്യമായിട്ട് വിഭജിച്ച് നൽകുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു സംഘടനാ സംവിധാനം ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓക്കെ, അത്ര നോക്കിയാൽ മതി. അപ്പൊ ഒന്നാമത്തേൽ എന്ത് വേണം? എന്ത് വേണം? അനുയോജ്യമായിട്ടുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ് ഫെസിലിറ്റി വേണം. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടോ. അതിനുള്ള വ്യവസ്ഥ ഉണ്ടാവണം. പ്രൊവിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഫെസിലിറ്റി ഒന്നാമത്. രണ്ടാമത് എന്ത് വേണം? നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും വേണം. ക്ലിയർ അല്ലേ? രണ്ട് പോയിന്റ്സ് ഷോർട്ട് ചെയ്താ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് നമുക്ക് ആ രണ്ട് രീതിയിലൂടെ ഹോസ്പിറ്റലിന് ഒരു നല്ല ഗുണനിലവാരമുള്ള പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അത് നേടാൻ പറ്റും. അതിനാവശ്യമുള്ള ടെക്നിക്കൽ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും അത് വേണ്ടേ? അല്ലാതെ നമ്മള് ഈ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നാമത് എന്ത് വേണം? നല്ല ഫെസിലിറ്റിയും നല്ല എക്യുപ്മെന്റ്സുകളൊക്കെ വേണം.
പിന്നെ രണ്ടാമത്തേല് നല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചറും വേണം. നല്ല ഘടനാപരമായിട്ടുള്ള ആ ഒരു കാര്യം വേണം. എല്ലാം പ്രോപ്പർ ഓർഡറിൽ നല്ലൊരു സ്ട്രക്ചർ വേണം. ഓക്കെ. A continuous review of the adequacy of the care provided by physician, nursing staff and paramedical personnel and of the adequacy with which it is supported by other hospital activities. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നേ ഫിസിഷ്യന്റെ, നേഴ്സിന്റെ, സ്റ്റാഫിന്റെ, പാരാമെഡിക്കൽ സ്റ്റാഫ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എന്നിവർ നൽകുന്ന പരിചരണം അല്ലെ, അവര് കൊടുക്കുന്ന കെയർ, അതിന്റെ ഗുണനിലവാരം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, വിലയിരുത്തണം. അടുത്ത കാര്യം, ഫിസിഷ്യൻ, നേഴ്സ്, നേഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ കൊടുക്കുന്ന കെയർ ഇല്ലേ, ആ പരിചരണം അത് എങ്ങനെയായിരിക്കണം, കൃത്യമായി അതിനെ നിരന്തരം വിലയിരുത്തേണ്ടതുണ്ട്, അസസ് ചെയ്യണം. പിന്നെ അത് മാത്രം മതിയോ, കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്താൽ മാത്രം മതിയോ? പിന്നെ എന്താ ഒരു കാര്യം കൂടി വേണമല്ലോ, വിത്ത് വിച്ച് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ അതർ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്. അത് ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, ആ ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങൾ അതും കൂടി നോക്കണം. ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങൾ അതിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും വിലയിരുത്തണം. ഒന്നാമത് നമ്മൾ പറഞ്ഞ ഫിസിഷ്യന്റെ, നേഴ്സിംഗ് സ്റ്റാഫിന്റെ, പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ അവര് കൊടുക്കുന്ന കെയർ ഇല്ലേ, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യണം, അവലോകനം നടത്തണം, അതിനെ നിരന്തരം വിലയിരുത്തണം. പിന്നെ എന്താ, ആഡിക്വൻസി വിത്ത് വിച്ച് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ അതർ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്. ഇനി ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങളില്ലേ, ആ ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റ് പ്രവർത്തനങ്ങളെ എത്രത്തോളം അതിന് പിന്തുണ നൽകുന്നുണ്ട്, ഹോസ്പിറ്റലിലെ മറ്റു പ്രവർത്തനങ്ങൾ അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിരന്തരം വിലയിരുത്തണം. ക്ലിയർ ആയോ? അത് രണ്ടും എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യണം. ഇനി അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം ഹോസ്പിറ്റലിന് കൊടുക്കാൻ പറ്റും, നേടാൻ പറ്റും. ഓക്കെ. ഇനി എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സമൂഹ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അവയർനെസ്, കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന അവയർനെസ്. അതായത് ഹോസ്പിറ്റലുകൾ സേവനം, അവർ കൊടുക്കുന്ന സർവീസ്, ക്ലാസ്, ഓക്കെ, ഹോസ്പിറ്റൽ തങ്ങള് സേവനം കൊടുക്കുന്ന കമ്മ്യൂണിറ്റിയിലെ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്താ പറഞ്ഞത്, ഹോസ്പിറ്റല് അവര് സർവീസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റി, ഹോസ്പിറ്റൽ ആർക്ക സർവീസ് കൊടുക്കുന്ന സമൂഹത്തിന്. അപ്പൊ ഹോസ്പിറ്റല് സമൂഹത്തിന് സർവീസ് കൊടുക്കുമ്പോൾ അല്ലെ, കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ആണ്. ഹോസ്പിറ്റല് നമ്മുടെ ആ കമ്മ്യൂണിറ്റിക്ക് സർവീസ് കൊടുക്കുമ്പോൾ അത് സമൂഹമായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ നോക്കണം. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ത്രൂ അഡോപ്റ്റിംഗ് ഫോളോവിംഗ് മെഷേഴ്സ്. കണ്ടോ, ഈ പറയുന്ന രീതിയിൽ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു അവയർനെസ്, ഓക്കെ, അതെങ്ങനെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലില് എങ്ങനെ കൊടുക്കാൻ പറ്റും. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ, അതായത് ഹോസ്പിറ്റല് സമൂഹമായിട്ട് നല്ലൊരു ബന്ധം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഓറിയന്റേഷൻ, ഇൻഡക്ഷൻ ഓറിയന്റേഷൻ, അവർക്കൊരു അവയർനെസ്, അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത് അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എ ഗവേണിംഗ് ബോർഡ് മെയ്ഡ് അപ്പ് ഓഫ് പേഴ്സൺ ഹു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ലീഡർഷിപ്പ് എബിലിറ്റി. ആദ്യം എന്തുണ്ടായിരിക്കണം, നല്ലൊരു ഭരണസമിതി ഉണ്ടായിരിക്കണം, ഒരു ഗവേണിംഗ് ബോർഡ് ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയാ അവിടെ പറഞ്ഞേക്കുന്നത്, മെയ്ഡ് അപ്പ് ഓഫ് ആര് ചേർന്നിട്ട്, പേഴ്സൺ ഹു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ്
ലീഡർഷിപ്പ് എബിലിറ്റി. സമൂഹത്തോട് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യവും ലീഡർഷിപ്പ് എബിലിറ്റിയുമുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ നല്ലൊരു ഗവേണിംഗ് ബോർഡ് ഉണ്ടായിരിക്കണം. അപ്പം കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻ നിലനിർത്താൻ പറ്റും. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റും. ഒന്നാമത് എന്താ വേണ്ടത്? ഒന്നാമത് എന്താ? ഒരു ഗവേണിംഗ് ബോർഡ് വേണം. എങ്ങനെയുള്ള ഭരണസമിതിയാണ്? എങ്ങനെയുള്ളതാണ്? സമൂഹത്തോട് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യവും ലീഡർഷിപ്പ് എബിലിറ്റിയും ഉള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവേണിംഗ് ബോർഡ് വേണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ, അവിടെ ഗവേണിംഗ് ബോർഡ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ. ഒരു നല്ലൊരു ഭരണസമിതി ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റല് എന്താണ് ആ ഹെഡിങ് പറഞ്ഞേക്കുന്നേ? ഹോസ്പിറ്റല് അവർക്ക് സർവീസ് കൊടുക്കുന്ന സമൂഹം, അതുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത് നല്ലൊരു ഗവേണിംഗ് ബോർഡ് ഹോസ്പിറ്റലിന് വേണം. രണ്ടാമത്തെ എന്താ? പോളിസീസ് ദാറ്റ് assure availability of services to all the people in the hospital service area. ഇനി എന്താണ്? പോളിസി വേണം. കണ്ടോ? എന്താണ്? പോളിസീസ് ദാറ്റ് assures availability of service to all the people. ഹോസ്പിറ്റൽസിലെ സർവീസ് ഏരിയയിലെ എല്ലാ ആൾക്കാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ഒരു പോളിസി വേണം. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഹെൽത്ത് കെയർ സർവീസ് ലഭ്യമാക്കുന്ന ഒരു ഹോസ്പിറ്റൽ പോളിസി വേണം. ഒരു പോളിസി ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താ? പോളിസി. Policy that assure availability of services to all the people. എല്ലാ ആൾക്കാർക്കും സർവീസ് ലഭ്യമാകുന്ന, സർവീസ് അഷ്യൂർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുന്ന ഒരു പോളിസി ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. തോന്നിയ രീതിയിലാവരുത്. ആ പോളിസി എങ്ങനെയാ? എല്ലാവർക്കും സർവീസിന് ഒരു സേവനം, അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്ന പോളിസി ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ എന്താ? ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ. ഹോസ്പിറ്റലിൽ എന്താ? എന്തില് ഹോസ്പിറ്റൽ പങ്കാളികളാകണം? ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ. രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള സാമൂഹിക പരിപാടികളില് ഹോസ്പിറ്റല് എന്ത് ചെയ്യണം? പങ്കാളികളാകണം. ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാം അത്ര അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹോസ്പിറ്റൽ ഇൻവോൾവ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാം. ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമില് ഹോസ്പിറ്റല് ഉൾപ്പെടണം, അതില് പങ്കാളികളാകണം. എന്തിനു വേണ്ടിയാ? ഈ നമ്മള് ടു ഡെലിവർ പ്രിവെന്റീവ് കെയർ, രോഗങ്ങൾ വരാതിരിക്കാൻ അത് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാമില് ഹോസ്പിറ്റല് പങ്കാളികളാകണം. പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം, അടുത്തൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഒരു പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം വേണം. അതെങ്ങനെ? ദാറ്റ് കീപ് ദ കമ്മ്യൂണിറ്റി ഐഡന്റിഫൈഡ് ദ ഹോസ്പിറ്റൽ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ്. ഹോസ്പിറ്റലിന്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, പ്ലാൻസ് എന്നിവയെ കുറിച്ച് ജനങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതിനുള്ള ഒരു പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പറയണേ? കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഓറിയന്റേഷൻ, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണേ? ഒരു ഗവേണിംഗ് ബോർഡ് വേണം. ഓക്കെ. രണ്ടാമത്തേലെല്ലാം നല്ലൊരു പോളിസി വേണം. അതായത് എല്ലാ ആളുകൾക്കും സർവീസ് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന നല്ലൊരു പോളിസി വേണം. പിന്നെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമില് ഹോസ്പിറ്റല് പങ്കാളികളാകണം. പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ പ്രോഗ്രാം വേണം. 4 പോയിന്റ്സ് നോക്കിയാണോ? നോക്കിയേ. അത്രയും ഞാൻ പറഞ്ഞ അത്രയും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ്സുകളൊന്ന് ഓർക്കുക കേട്ടോ. 4 കാര്യങ്ങൾ. ഇനി എക്കണോമിക് വയബിലിറ്റി. ഇപ്പൊ കമ്മ്യൂണിറ്റിയുടെ കാര്യം അവിടെ കഴിഞ്ഞ നമ്മള്. ഇനി അടുത്ത സാമ്പത്തിക നിലനിൽപ്പ്. ഇനി ഹോസ്പിറ്റലിന് സാമ്പത്തിക നിലനിൽപ്പ് വേണ്ടേ? അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ? എക്കണോമിക് വയബിലിറ്റി ഷുഡ് ബി അച്ചീവ്. ഇനി സാമ്പത്തിക നിലനിൽപ്പ് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അപ്പൊ ആദ്യത്തേല് നമ്മൾ സമൂഹമായി നല്ലൊരു ബന്ധം നേടാൻ ഈ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ.
സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധം നേടാനും അവർക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ കൊടുക്കാനും ഈ കാര്യങ്ങൾ നോക്കണം. അതിൽ 4 പോയിന്റ്സ് അവിടെ പറഞ്ഞു. ഇനി എക്കണോമിക് വൈബിലിറ്റി, സാമ്പത്തിക നിലനിൽപ്പ് നേടാൻ ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ നോക്കിയേ, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് accept responsibility of the sound financial management in keeping with the desirable quality of care. എങ്ങനെയാ നോക്കിയേ, സാമ്പത്തിക കാര്യങ്ങള് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് രീതി ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. സൗണ്ട് എന്ന് വെച്ചാൽ മികച്ച, ഗുഡ് എന്നുള്ള മീനിങ് ആട്ടോ. ഒരു എന്തുണ്ടായിരിക്കണം, ഒരു ഹോസ്പിറ്റലിന് സാമ്പത്തിക കാര്യങ്ങള് ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. അപ്പൊ സാമ്പത്തിക നിലനിൽപ്പ് നേടാൻ വേണ്ടിയിട്ടാണോ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ രീതിയിൽ കൂടെയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, എ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ വേണം. ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഇനി അതെങ്ങനെയായിരിക്കണം? സാമ്പത്തിക കാര്യങ്ങളൊക്കെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. അടുത്തത് രണ്ടാമത് നോക്കിയേ, പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ കൺസിസ്റ്റ് വിത്ത് ദ പ്രൊജക്റ്റഡ് സർവീസ് ഡിമാൻഡ്സ്, അവൈലബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽസ് ആൻഡ് adequate personnel and equipment. രണ്ടാമത്തെ നോക്കിയേ, പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ്, ചികിത്സാ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ. അതായത് നമ്മൾ അത് എങ്ങനെയായിരിക്കണം നോക്കിയേ, പ്രൊജക്റ്റഡ് സർവീസ് ഡിമാൻഡ്, ഭാവിയിലേക്കുള്ള പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട്, ഭാവിയിലേക്കുള്ള പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ട്, ഹോസ്പിറ്റലിന് ലഭ്യമായിട്ടുള്ള ഫണ്ട്, അവിടുത്തെ എക്യുപ്മെന്റ്സ്, ജീവനക്കാര് എന്നിവയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ചികിത്സാ ലക്ഷ്യങ്ങള് നിശ്ചയിക്കുക. പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ് വേണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ്, ചികിത്സാ ലക്ഷ്യങ്ങള്, പേഷ്യന്റ് കെയർ, നല്ലൊരു പേഷ്യന്റ് കെയർ വേണം, രോഗി പരിചരണം. അതിലൂടെ നമുക്ക് സാമ്പത്തിക നിലനിൽപ്പ് നിൽക്കാം അല്ലെ. പേഷ്യൻസ് വന്നാലല്ലേ, കൂടുതൽ പേഷ്യൻസ് വരിക, നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുത്താലല്ലേ ആ ഹോസ്പിറ്റലിന് സാമ്പത്തികമായിട്ട് നിലനിൽപ്പുള്ളൂ. പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ്, പേഷ്യന്റ് കെയർ അത്രയും നോക്കാം. പേഷ്യന്റ് കെയർ അതെങ്ങനെയായിരിക്കണം? ആ രോഗി പരിചരണം എങ്ങനെയായിരിക്കണം? ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്ന പേഷ്യൻസിന്റെ ഡിമാൻഡ്സ് ഉൾക്കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫണ്ട്, അവിടുത്തെ ഫിനാൻസ്, പിന്നെ adequate പേഴ്സണൽസ്, ഇവരെ എല്ലാവരെയും എന്നിവയ്ക്ക് അനുസരിച്ചുള്ള ഒരു പേഷ്യന്റ് കെയർ വേണം. ഇനി അടുത്ത നോക്കിയേ, എ പ്ലാൻഡ് പ്രോഗ്രാം ഓഫ് എക്സ്പാൻഷൻ ബേസ്ഡ് സോളിലി ഓൺ ഡെമോൺസ്ട്രേറ്റഡ് കമ്മ്യൂണിറ്റി നീഡ്. നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഹോസ്പിറ്റലിന്റെ ഫണ്ട് ഉപയോഗിക്കണം. എ പ്ലാൻഡ് പ്രോഗ്രാം അണ്ടർലൈൻ ചെയ്തേ. എങ്ങനെയായിരിക്കണം? നമ്മൾ തോന്നിയ രീതിയിൽ പൈസ എടുത്ത് ചെലവാക്കരുത്. എങ്ങനെയായിരിക്കണം? സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങള് അതിനു വേണ്ടി മാത്രം ഹോസ്പിറ്റലിന്റെ ഫണ്ട് ഉപയോഗിക്കണം. ഒരു പ്ലാന്റ് ആയിരിക്കണം, പ്ലാന്റ് പ്രോഗ്രാം വേണം. ഇനി അടുത്ത നോക്കിയേ, സ്പെസിഫിക് പ്രോഗ്രാംസ് ഓഫ് ഫണ്ടിങ്. ഈ ഫണ്ടിങ്ങിന് പ്രത്യേക പ്രോഗ്രാം വേണം. സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്, specific program of funding that will assure replacement, improvement and expansion of facility and equipment without imposing too much cost burden on the patient charges. ഇനി അവിടെ എന്താ? ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഫെസിലിറ്റി വേണം നമുക്ക്.
അല്ലെ? ഹോസ്പിറ്റലിലെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, അത് കുറച്ചും കൂടി ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു ഇത് വേണം. അപ്പൊ അതെങ്ങനെയായിരിക്കണം? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അതിനുള്ള ഒരു പ്രത്യേക ഫണ്ടിങ് ഉണ്ടായിരിക്കണം. അത് ഒരിക്കലും പേഷ്യന്റിന്റെ കൈകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കരുത്. അതായത് പേഷ്യന്റിൽ നിന്ന് അമിതമായിട്ട് ഈടാക്കി അവർക്കൊരു ബേർഡൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് പ്രോഗ്രാം വേണം. ആ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്ലാന്റ് പ്രോഗ്രാം. അതൊന്നാണല്ലോ, അത് നോക്കാട്ടോ. ആ പ്ലാന്റ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം? സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ട്ടോ ആ ഫണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റല് ആസൂത്രണം ചെയ്യണം. എങ്ങനെയായിരിക്കണം? പ്ലാന്റ് പ്രോഗ്രാം ഓഫ് എക്സ്പാൻഷൻ ബേസ്ഡ് സോളിലി ഓൺ ഡെമോൺസ്ട്രേറ്റഡ് കമ്മ്യൂണിറ്റി നീഡ്. അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യരുത്, നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം പ്ലാന്റ് പ്രോഗ്രാം. അത് കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിതമായിട്ട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യണം. പിന്നെ അതിന്റെ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്ങിന് പ്രത്യേക പ്രോഗ്രാം വേണം. അതായത് അവിടെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് അധികം ബേർഡൻ ആവുന്നത്, അവരിൽ നിന്ന് അമിതമായിട്ടുള്ള ചാർജ് ഈടാക്കി ആകരുത് ആ ഫണ്ടിങ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഫെസിലിറ്റീസിനും എക്യുപ്മെന്റ്സിനും അതിന്റെ എക്സ്പാൻഷനും ഇംപ്രൂവ്മെന്റിനും റീപ്ലേസ്മെന്റിനും ഒക്കെ വേണ്ടിയുള്ള ഫണ്ടിങ് ഒരിക്കലും പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു അമിതമായിട്ടുള്ള ബേർഡൻ ആവരുത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത നോക്കിയ ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ദാറ്റ് വിൽ പെർമിറ്റ് ദ ഹോസ്പിറ്റൽ ടു കീപ് പേസ് വിത്ത് ടൈംസ്. ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ എങ്ങനെയാ മാറുന്ന, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ. ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക നിലനിൽപ്പ് നേടാൻ പറ്റും. ഒന്നാമത്തെ എന്ത് വേണം? ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ വേണം. പിന്നെ രണ്ടാമത്തെ പേഷ്യന്റ് കെയർ, കൊടുക്കുന്ന പരിചരണം, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം. അത് ഭാവിയിലെ പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങള്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, അഡിക്വേറ്റ് പേഴ്സണൽസ്, എക്യുപ്മെന്റ്സ് എന്നിവയ്ക്കൊക്കെ അടിസ്ഥാനമായിട്ട് വേണം നമുക്ക് ആ ലക്ഷ്യങ്ങള് അതിനനുസൃതമായിട്ട് വേണം ആസൂത്രണം ചെയ്യാൻ. അതുപോലെ ആയിരിക്കണം, നല്ല രീതിയിലായിരിക്കണം രോഗി പരിചരണം, പേഷ്യന്റ് കെയർ. പിന്നെ പ്ലാന്റ് പ്രോഗ്രാം, അത് കമ്മ്യൂണിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്ലാന്റ് പ്രോഗ്രാം. പിന്നെ അവിടെ അടുത്ത് പറഞ്ഞ ഫണ്ടിങ്ങിന്റെ കാര്യം, സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്ങിന് പ്രത്യേക പ്രോഗ്രാം വേണം. പിന്നെ ആനുവൽ ബഡ്ജറ്റ് പ്ലാന്. ആനുവൽ ബഡ്ജറ്റ് പ്ലാന് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, പേഷ്യന്റ് കെയർ, എ പ്ലാന്റ് പ്രോഗ്രാം, then a specific program of funding and annual budget. അത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഡർലി പ്ലാനിങ്, ചിട്ടയായിട്ടുള്ള ആസൂത്രണം. ഒരു ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിനുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കുള്ള പ്ലാനിങ് എങ്ങനെ ആയിരിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ താഴെ പറയുന്ന കാര്യങ്ങളിലൂടെ വേണം ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ. Okay, orderly planning should be achieved by the hospital through the following. ഹോസ്പിറ്റല് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ വേണം കൃത്യമായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ. പ്ലാനിങ്, അപ്പൊ ശരിയായി പ്രവർത്തിക്കാനുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം അതാണ് കേട്ടോ.
ഒരു ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിനുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ആ പ്ലാനിങ് acceptance by the hospital administrator of primary responsibility for short and long range planning with the support and assistance from competent financial, organizational, functional and architectural advisor. Acceptance റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞേക്കണേ, നമുക്ക് എങ്ങനെ വേണം ഏറ്റെടുക്കാനായിട്ട് ഷോർട്ട് ലോങ് ടൈമിലേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളെ നിശ്ചയിക്കുക, ഈ ലക്ഷ്യങ്ങള് നമുക്ക് എപ്പോഴൊക്കെ കൈവരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു മുൻഗണന, പ്രയോറിറ്റൈസ്, നമുക്ക് എന്താ പറയാ ഒരു മുൻഗണനാക്രമത്തിലുള്ള അതുപോലെ ഒരു ക്രമ രീതിയിലായിട്ടുള്ള നമുക്ക് എന്താ പറയാ ഒരു നല്ലൊരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മൾ അത് ഏറ്റെടുക്കണം. പ്ലാനിങ്, അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. Acceptance by the hospital administrator of primary responsibility എന്താ for short long range planning with support and assistance from competent financial, organizational function, architecture advisor തുടങ്ങിയ മേഖലകളിലെ വിവിധമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് തേടേണ്ടതുണ്ട് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഒന്നാമത് അങ്ങനെ നോക്കിയാൽ മതി. പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആരെടുക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സ്വീകരിക്കണം. അക്സെപ്റ്റൻസ് ബൈ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ പ്ലാനിങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചേ. അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആര് വേണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ. ഒന്നാമത്തെ കാര്യം പ്ലാനിങ്ങിന്റെ പറയുമ്പോൾ ആ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആരെടുക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സ്വീകരിക്കണം. ഓക്കെ, ഇനി അതെങ്ങനെയായിരിക്കണം? ആര് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതുപോലെ ഈ ഷോർട്ട് ലോങ് റേഞ്ച് പ്ലാനിങ് വിത്ത് സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഫ്രം കോമ്പിറ്റന്റ് ഫിനാൻഷ്യൽ ആ ഏരിയയിലുള്ള ആളുകൾ, ഓർഗനൈസേഷൻ, ഫങ്ഷണൽ, ആർക്കിടെക്ചർ അഡ്വൈസർ തുടങ്ങിയവരുടെ ഉപദേശവും നേടണം. തുടങ്ങിയ മേഖലകളിലുള്ള എക്സ്പെർട്ടിന്റെ അഡ്വൈസും ഉപദേശവും നേടണം. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെ ഏറ്റെടുക്കണം. പ്ലാനിങ്ങിന്റെ കാര്യം കേട്ടോ, ഒരു ചിട്ടയായിട്ടുള്ള പ്ലാനിങ്, അതായത് ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിനുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം അതായത് ഈ പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങള്, അതിനുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം? അപ്പൊ പ്ലാനിങ്ങിന്റെ ഉത്തരവാദിത്തം ആരെടുക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്. ഇനി അവരിത് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ഇവിടെ ഫിനാൻഷ്യൽ, ഓർഗനൈസേഷൻ, ഫങ്ഷണൽ, ആർക്കിടെക്ചർ അഡ്വൈസർ തുടങ്ങിയവരുടെ ഉപദേശം നേടണം. ഇപ്പൊ ക്ലിയർ അല്ലേ? അത് റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെ ഏറ്റെടുക്കണം. പിന്നെ അതുപോലെ തന്നെ അത് ഈ മേഖലയിൽ നിന്നുള്ളവരുടെ അഡ്വൈസും അവർ സ്വീകരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് വിത്ത് ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് ആൻഡ് ടാർഗറ്റ് ഡേറ്റ്സ് ഓൺ വിച്ച് സച്ച് ഒബ്ജക്റ്റീവ്സ് മേ ബി അച്ചീവ്ഡ്. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ലക്ഷ്യങ്ങള് സെറ്റ് ചെയ്യണം. അതായത് ഷോർട്ട് ടൈം ലോങ് ടൈമിലേക്കുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ് അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടേ. പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. അതെങ്ങനെയായിരിക്കണം ആ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? എപ്പോഴൊക്കെ കൈവരിക്കണം, ലക്ഷ്യങ്ങൾ എപ്പോഴൊക്കെ കൈവരിക്കണം, അതിന്റെ മുൻഗണന, പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞിട്ട് മുൻഗണനാ ക്രമവും അവ പൂർത്തിയാക്കാൻ ടാർഗറ്റ് ഡേറ്റും അത് മുൻകൂട്ടി അവര് പ്ലാൻ ചെയ്യണം. മൂന്നാമത്തെ പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാം, പ്രവർത്തന പദ്ധതി തയ്യാറാക്കണം. പ്ലാനിങ്ങിന്റെ കാര്യം റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏറ്റെടുക്കണം. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്ഥാപിക്കണം. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്.
പിന്നെ അടുത്ത എന്താ മൂന്നാമത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ പ്രോഗ്രാം. ഫങ്ഷണൽ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യണം. എന്തിനൊക്കെ നോക്കിയേ, ദാറ്റ് ഡിസ്ക്രൈബ് ദ ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്, ഫെസിലിറ്റീസ്, എക്യുപ്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ് നെസസിറ്റി ടു അച്ചീവ് ദം. എന്നിവ നമുക്ക് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യങ്ങൾ ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്, സൗകര്യങ്ങൾ, എക്യുപ്മെന്റ്സ്, സ്റ്റാഫിംഗ് നെസസിറ്റി, സ്റ്റാഫിങ്ങിന്റെ ആവശ്യകത എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പദ്ധതി ഹോസ്പിറ്റൽ തയ്യാറാക്കണം. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ സ്വീകരിക്കണം. കിട്ടിയാണ്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ചിട്ടയായിട്ടുള്ള പ്ലാനിങ് ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിന് എന്ത് വേണം? നല്ലൊരു പ്ലാനിങ് വേണം, ഓർഡർലി പ്ലാനിങ് വേണം. ആ ചിട്ടയായിട്ടുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം, എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ അത് പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സ്വീകരിക്കണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്, ആസൂത്രണ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കണം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് എ ഫങ്ഷണൽ പ്രോഗ്രാം, ഫങ്ഷണൽ പ്രോഗ്രാംസ് തയ്യാറാക്കണം. 3 പോയിന്റ്സ് ഓക്കെയാണോ? അത്രയും ഷോർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി അവിടെ. പിന്നെ ഇതിന്റെ മോക്ക് ടെസ്റ്റുകൾ വരുമ്പോ കൃത്യമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാം. അടുത്ത നോക്കിയേ, സൗണ്ട് ആർക്കിടെക്ചർ പ്ലാൻ. ഇനി അടുത്തതാണ് ആർക്കിടെക്ചർ. നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ പ്ലാനിങ്ങിൽ വരുന്ന ഓരോ കാര്യങ്ങളാ. നല്ലൊരു പ്ലാൻ വേണം. ഇനി നല്ലൊരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ്, നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാൻ വേണം. എ സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാൻ ഷുഡ് ബി അച്ചീവ്ഡ്. നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിന്? ത്രൂ ദ ഫോളോയിങ്, ഈ പറയുന്ന മാർഗങ്ങളിലൂടെ നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാൻ ഹോസ്പിറ്റലിന് അച്ചീവ് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് നോക്കി, ഏതൊക്കെ രീതിയിലൂടെയാണ്? എൻഗേജിങ് ആൻ ആർക്കിടെക്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. എന്താ ഒരു നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാൻ എങ്ങനെ നേടാൻ പറ്റുന്ന? എങ്ങനെ നേടുന്നേ? എക്സ്പീരിയൻസ്ഡ് ആർക്കിടെക്ട് വേണം. മികച്ച പരിചയ സമ്പന്നമായിട്ടുള്ള ഒരു ആർക്കിടെക്ട് നമ്മള് ഡിസൈനും കൺസ്ട്രക്ഷനും ചെയ്യണം. ആ ഹോസ്പിറ്റലിന്റെ സേവനം ഉറപ്പാക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാനിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരായിരിക്കണം അത് ചെയ്യാനായിട്ട്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട് ആയിരിക്കണം ഇത് പ്ലാൻ ചെയ്യാം. അപ്പൊ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ തന്നെ നോക്കാട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എൻഗേജിങ് ആൻഡ് ആർക്കിടെക്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. അല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത പുതിയ ആളുകളൊന്നും കൊണ്ടുവന്ന് അതിലേക്ക് വഹിക്കരുത്, അല്ലെ? അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത്. ഹോസ്പിറ്റലിന്റെ ഡിസൈൻ കൺസ്ട്രക്ഷനിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ തന്നെ കൊണ്ടുവരണം. ഇനി രണ്ടാമത്തെ എന്താണ്? സെലക്ഷൻ ഓഫ് എ സൈറ്റ് ലാർജ് ഇനഫ് ടു പ്രൊവൈഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ആൻഡ് അസസ് ഓഫ് പോപ്പുലേഷൻ. എങ്ങനെയായിരിക്കണം സെലക്ഷൻ ഓഫ് എ സൈറ്റ്? രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, സെലക്ഷൻ ഓഫ് എ സൈറ്റ് എങ്ങനെ തെരഞ്ഞെടുക്കണം? ഇങ്ങനെയാ നല്ല ആവശ്യത്തിന് വലിപ്പമുള്ള, ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാൻ ആവശ്യമുള്ള ഇതൊക്കെ അനുസരിച്ച് പോപ്പുലേഷന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സൈറ്റ് തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ കാര്യം കേട്ടോ, സെലക്ഷൻ ഓഫ് സൈറ്റ് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സെലക്ഷൻ ഓഫ് സൈറ്റ് എങ്ങനെയായിരിക്കണം സൈറ്റ്? ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, പോപ്പുലേഷന് അനുസരിച്ചുള്ള എത്രത്തോളം ആളുകളുണ്ട് അല്ലെ, ആ പോപ്പുലേഷൻ അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്ന, ഫ്യൂച്ചറിലേക്ക് എക്സ്പാൻഷൻ പറ്റുന്ന ഒരു സൈറ്റ് തിരഞ്ഞെടുക്കണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, recognizing the need of clear patterns around the hospital to allow movement of hospital staff, patients and visitors and for efficient transportation of supply. ഇനി എന്താണ് മൂന്നാമത്തെ? ക്ലിയർ പാറ്റേൺ ഓഫ് മൂവ്മെന്റ്. എങ്ങനെയായിരിക്കണം മൂവ്മെന്റ്?
എങ്ങനെയാ? ഹോസ്പിറ്റൽ സ്റ്റാഫിന്, പേഷ്യൻസിന്, വിസിറ്റേഴ്സിന് ഹോസ്പിറ്റലിന് അകത്തും പുറത്തും ഒക്കെ എളുപ്പത്തിൽ സഞ്ചരിക്കാനും മെഡിക്കൽ പാറ്റേൺസ്, മെഡിക്കൽ സാമഗ്രികളൊക്കെ ഇല്ലേ, സാധനങ്ങളൊക്കെ, മറ്റ് സാധനങ്ങളും തടസ്സമില്ലാതെ വേഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ക്ലിയർ പാറ്റേൺ തിരഞ്ഞെടുക്കണം. Transportation of supplies കണ്ടില്ലേ? And for efficient transportation of supply, hospital സ്റ്റാഫിന്, പേഷ്യന്റിന്, വിസിറ്റേഴ്സിന്, പിന്നെ സപ്ലൈസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെ തടസ്സമില്ലാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ ഉണ്ടായിരിക്കണം. ക്ലിയർ പാറ്റേൺ. Recognizing the need of clear pattern around the hospital. Clear അല്ലേ? മൂന്നാമത്തെ പോയിന്റ്. ഇനി അടുത്തത് എന്താ? adequate attention to important concepts such as infection control and disaster management. Adequate attention, നല്ല ശ്രദ്ധ കൊടുക്കണം, പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. എന്തിന്? The concept such as infection control, disaster management എന്നീ കാര്യങ്ങൾക്ക്, അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾക്ക് നല്ല ശ്രദ്ധ കൊടുക്കണം. adequate attention, പ്രത്യേക ശ്രദ്ധ നൽകണം. എവിടെ? ഇൻഫെക്ഷൻ കൺട്രോൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയ കോൺസെപ്റ്റിന് അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം. adequate attention കൊടുക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി എന്താ? അഞ്ചാമത്തെ, ആർക്കിടെക്ചറൽ ഡിസൈൻ that will permit efficient use of personnel, interchangeability of room and provide for flexibility. എന്ത് വേണം? ഫ്ലെക്സിബിലിറ്റി വേണം. ആവശ്യാനുസരണം റൂമിന്റെ ഉപയോഗത്തിന് മാറ്റം വരുത്താനും പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാനുമുള്ള സൗകര്യം വേണം. അതായത് എന്ത് വേണം? ഫ്ലെക്സിബിലിറ്റി വേണം. ആ ഡിസൈനിന്റെ എന്തായിരിക്കണം? ആർക്കിടെക്ചറൽ ഡിസൈൻ എങ്ങനെയായിരിക്കണം? നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ആ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഫ്ലെക്സിബിലിറ്റി. ഇനി ആ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിയേ. നമുക്ക് നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാന്, ഗുഡ് ആർക്കിടെക്ചർ പ്ലാൻ എങ്ങനെ നേടാൻ പറ്റും എന്നാ പറഞ്ഞേ? ഒന്നാമത്തെ, ഡിസൈൻ ചെയ്യാൻ, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റലിന്റെ ഡിസൈൻ കൺസ്ട്രക്ഷനിൽ എക്സ്പീരിയൻസ് ആണുള്ള ആളെ കൊണ്ടുവരണം. പിന്നെ സൈറ്റ് തിരഞ്ഞെടുക്കേണ്ടത് ഫ്യൂച്ചർ എക്സ്പാൻഷനും പോപ്പുലേഷനും ഒക്കെ എല്ലാവർക്കും പോപ്പുലേഷനെയൊക്കെ അനുസരിച്ച് വേണം സൈറ്റ് തിരഞ്ഞെടുക്കാൻ. പിന്നെ എങ്ങനെയായിരിക്കണം? പേഷ്യൻസിന്റെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ്, പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സപ്ലൈസ്, അതൊക്കെ രീതിയിലുള്ള ഒരു ക്ലിയർ പാറ്റേൺ ആയിരിക്കണം. ക്ലിയർ പാറ്റേൺ ഓഫ് മൂവ്മെന്റ്, ക്ലിയർ പാറ്റേൺ ഓഫ് മൂവ്മെന്റ്. അടുത്തത് എന്താ? adequate attention, നല്ല ശ്രദ്ധ കൊടുക്കണം. എന്തിന്? ഏതൊരാശയത്തിന്? ഇൻഫെക്ഷൻ കൺട്രോൾ, ഡിസാസ്റ്റർ പ്ലാനിങ്ങിന് നല്ല ശ്രദ്ധ കൊടുക്കണം. പിന്നെ എന്താ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നേ? ലാസ്റ്റ് എന്താ? ഫ്ലെക്സിബിലിറ്റി വേണം. വേണ്ടേ? അതായത് ആവശ്യാനുസരണം റൂമിന്റെ ഉപയോഗത്തിൽ മാറ്റങ്ങൾ വരുത്താനും പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാനും ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ക്ലിയർ ആണോ? ഇങ്ങനെ വേണം നമുക്കൊരു നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാന് നേടാൻ. ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഓരോ കാര്യങ്ങളും ഓരോ പാരഗ്രാഫ് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിൽ പറയുന്നത്, ആ ഹെഡിങ്ങിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കുഞ്ഞിതാക്കി നോട്ട് ചെയ്തില്ലേ, അതും കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. കുഞ്ഞിതായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നത് കൂടി ഒന്ന് വായിച്ചു വെക്കുക. അവിടെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങള് 5 പോയിന്റ്സും. കയ്യോടെ തന്നെ ചന്ദ്രന്റെ മുഴുവൻ അതിപ്പോ അതിന്റെ അടുത്ത് പറയട്ടെ അനുസരിച്ചിട്ട് കയ്യോടെ തന്നെ എപ്പോഴാണ്
ഓക്കെ ആണോ? ഓക്കെ, എന്നാല് ഇപ്പൊ അടുത്തത് മെഡിക്കൽ ടെക്നോളജി അത് പ്ലാനിങ് ആണ്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇത് എടുക്കുന്നതേ ഈ ഒരു ഇത് വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ എടുക്കുന്നത് നമുക്ക് ഓരോ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ ആയിട്ട് പഠിക്കാം. അപ്പൊ അത് എടുക്കുന്നത് അത്രയും നിങ്ങളത് മനസ്സിലാക്കി തന്നെ ഇങ്ങനെ പോകുക കേട്ടോ. ഇതിന് 5 ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് തന്നെ കൊടുക്കാം. നാളത്തേക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ഒന്നുമില്ല. ഹോസ്പിറ്റൽ പ്ലാനിങ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമാണ് അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ. അപ്പൊ നമ്മൾ ആ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അത് പല പല രീതിയിൽ ഇങ്ങനെ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വഴിയെ കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനിയിപ്പോ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ.